ഫസ്റ്റ് ഓഫ് ഓൾ നീന മാമിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾക്ക് ഡബ് ചെയ്യാൻ ആദ്യം നമുക്കൊരു ഭയം ഉണ്ടാവും. കാരണം ഇത്രയും പെർഫെക്റ്റായിട്ട് വെച്ചാൽ അത് വോയിസിൽ ചേഞ്ച് വരുത്തണം, മോഡുലേഷൻ ചേഞ്ച് വരണം. അപ്പം ആ ചിരിയൊക്കെ അതുപോലെ തന്നെ കൊടുക്കണം എന്ന ഡയറക്ടർക്ക് നിർബന്ധമായിരുന്നു. ചിരി മാത്രമല്ല, അവരുടെ ആ ഒരു വോയിസ് തന്നെ അതുപോലെ പിടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. മാക്സിമം ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കാണുന്നില്ലല്ലോ. പക്ഷേ അത് വെബ് സീരീസ് വന്നതിന് ശേഷമാണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാക്കിയത്. ഇത്രയ്ക്കും അത് ആപ്റ്റായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞപ്പോഴും ഞാൻ ഇത്രയും നാളും ചെയ്ത വർക്കുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വന്നിട്ടുള്ള വർക്കും നീന മാമിൻ്റെ തന്നെയാണ്. അതിൽ തന്നെ രാധാ ഗോമതി മാഡത്തിനും കൊടുത്തിരുന്നു. അപ്പോൾ അവർ രണ്ടുപേർക്കും ഡിഫറൻസ് ആയിട്ടാണ് കൊടുത്തത്. ഇപ്പോൾ രാധാ മാമിനെ ഞാൻ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഇത് എങ്ങനെയാണ് കൊടുത്തത്, രണ്ട് വോയിസ് എങ്ങനെ ചെയ്യാൻ പറ്റി എന്ന് എന്നോട് ഒരിക്കൽ ചോദിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റി.